UDF സർക്കാരിന്റെ പോലീസിനെ ഭയന്ന് പിണറായി വിജയന്റെ കാൽക്കൽ അഭയം തേടിയിരിക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച പിണറായി വിജയന്റെ അംഗരക്ഷകർ UDF സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ടും പിണറായിയുടെ അംഗരക്ഷകരായി തുടരുകയായിരുന്നു. ആ സംരക്ഷണയിൽ നിന്നും പുറത്തു കടന്നാൽ UDF സർക്കാർ പൂട്ടുമെന്ന ചിന്ത അംഗരക്ഷകർക്കുണ്ട്. എന്നാൽ ഒളിച്ചിരുന്നത് മതിയെന്ന് പ്രഖ്യാപിച്ച് UDF സർക്കാർ നടത്തിയ നീക്കത്തിനൊടുവിൽ കുറ്റക്കാരായ ഗൺമാൻമാർ പിണറായി വിജയന്റെ കാൽ കീഴിൽ നിന്നും പുറത്തു ചാടിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പുറത്ത് ചാടിച്ചുവെന്ന് പറയുന്നതായിരിക്കും ശരി. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിരുന്ന അനിൽകുമാർ, സന്ദീപ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. തെരഞ്ഞെടുപ്പ് തോറ്റ് അധികാരം നഷ്ടമായി പിണറായി വിജയൻ പടിയിറങ്ങിയിട്ടും ഇടവും വലവും ഈ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ നീക്കുപോക്കാണ് ആഭ്യന്തര വകുപ്പ് ഒറ്റ ഉത്തരവിലൂടെ പൊളിച്ചുകൊടുത്തത്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ നൽകിയ അതിസുരക്ഷ പൂർണ്ണമായും പിൻവലിച്ചതോടെയാണ് രണ്ടാം പ്രതി സന്ദീപ് പോലീസിലേക്ക് മടങ്ങിയത്. അതേസമയം മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ പിണറായിക്കൊപ്പം തുടരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ മറ്റു ഗത്യന്തരമില്ലാതെ അംഗരക്ഷകർ പോലീസിലേക്ക് മടങ്ങുകയായിരുന്നു. 2023 ഡിസംബർ 15-ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ SIT രൂപീകരിച്ചിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. SIT സാക്ഷികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരോട് നേരിട്ട് ഹാജരാകുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് ഒരു ഗൺമാൻ മാത്രമാണ്. ഇയാൾ ഇനിയും പോലീസ് സേനയിലേക്ക് മടങ്ങിയെത്തിയില്ല എങ്കിൽ കണ്ടോൺമെന്റ് ഹൌസിലെത്തി പൊക്കുവാനാണ് ഷൗക്കത്ത് അലിയുടെ തീരുമാനം. രണ്ടാം പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനെ സുരക്ഷാ ചുമതലയിൽ നിന്നും മാറ്റി പോലീസിലേക്ക് തിരിച്ചയച്ചു കഴിഞ്ഞു. ഇത് ശിക്ഷാ നടപടിയുടെ ഭാഗമായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ വിഭാഗത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഭാഗമായാണ് സന്ദീപിനെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറ്റിയത് എന്നാണ് ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നതെങ്കിലും ലക്ഷ്യം വ്യക്തമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പ്രത്യേക സുരക്ഷാ വലയത്തിലുണ്ടായിരുന്നയാളാണ് സന്ദീപ്. ആലപ്പുഴയിൽ നടന്ന മർദ്ദന കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ. മുഖ്യമന്ത്രിക്ക് നേരത്തെ ഉണ്ടായിരുന്ന Z+ കാറ്റഗറി സുരക്ഷയിൽ മാറ്റം വന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്നവരെ പോലീസിലേക്ക് തിരികെ എത്തിച്ചത്. തന്റെ അംഗരക്ഷകരെ അന്ന് ന്യായീകരിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞായിരുന്നു ന്യായീകരണം. അന്ന് മർദ്ദനമേറ്റവർ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം. മർദ്ദനമേറ്റവർ കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും പിണറായി വിജയൻ കണ്ണുരുട്ടിയതോടെ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കേസ് അന്വേഷിക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഈ സംഭവം ഇന്നും മനസ്സിൽ കെടാതെ സൂക്ഷിക്കുന്ന VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ അന്ന് പലകുറി ആവർത്തിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയമായ പകപോക്കലല്ലെന്ന് VD സതീശൻ പറയുമ്പോഴും UDF സർക്കാർ അംഗരക്ഷകരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തിനെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയാണ് ഈ അന്വേഷണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പുറത്തുവരുന്ന ചില സൂചനകളെന്നും കാണാൻ സാധിക്കും.